ശബരിമല സ്വർണ്ണക്കൊള്ള ഇത് ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പ്ലാൻ. അതായത് ഇതിൽ ഉൾപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ ഒന്നും ഒരു പുറത്താക്കൽ പോലും, ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്തത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതിപ്പോ മനസ്സിലായി. കാരണം പുറത്താക്കേണ്ടി വരില്ല. ഒരു 10-90 ദിവസം ഇങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോയാൽ എല്ലാവരും പുറത്തിറങ്ങും. അത് കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തെ തീർച്ചയായും കേരള പോലീസാണ് നമുക്ക് നിയന്ത്രിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും അല്ലാതെ ആയിക്കോളും എന്ന ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോണത്. കാരണം സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും കിട്ടിയാൽ ഇത് ചർച്ചയല്ലാതാവും, അങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നാണ്. ഏതാ പോണം എന്ന് പറയുന്ന കേസ് ശബരിമലയിൽ ഇവരുടെ കാലത്ത് ഇവരുടെ ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ ഇതാരും അറിയില്ല എന്ന് വിചാരിച്ച് നടത്തിയ ഒരു കൊള്ളയാണ്. ആ കൊള്ള പുറത്തു വന്നു. അത് മറച്ചുവെക്കാൻ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റൂല. പിന്നെ എന്താ വഴി? നിയമത്തിന്റെ പഴുതുകൾ നോക്കി ഒരു പീരീഡ് കഴിയുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങും, ചർച്ച ഇല്ലാതാവും, അങ്ങനെ അങ്ങ് പോകും. ഇത് ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ്.